Hi friends, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ്. അപ്പോൾ ബീൻസ് തോരന് വേണ്ടിയിട്ടുള്ള നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാം. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു സബോള എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഇല്ലാത്തതാണ് സബോള എടുത്തത്, പിന്നെ കടുക് പൊട്ടിക്കാനുള്ളത് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനായ ഉപ്പ്. ബീൻസ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തലയൊക്കെ വാലൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ബീൻസ് എങ്ങനെയാണ് അരിയാൻ പോണത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ. ഈ ബീൻസ് എങ്ങനെയാണ് അരിയാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ നടുഭാഗം, ബീൻസിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊളിച്ചിട്ട്, ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൊളിച്ചിട്ട് നമ്മൾ അരിയാൻ പോണത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ നടുഭാഗം പൊളിച്ചിട്ട് ഇങ്ങനെ ബീൻസ് ഉണ്ടാക്കാൻ പോണത്. എല്ലാ ബീൻസും അങ്ങനെ ഇങ്ങനെ പൊളിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് എല്ലാ ബീൻസും ഇങ്ങനെ നടു പൊളിക്കണം. അപ്പോൾ അതേ ബീൻസ് ഇങ്ങനെ നടു പൊളിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിയുക. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 1/2 കിലോ ബീൻസാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാടുണ്ടാവും. ഇത് എത്ര പേരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വീട്ടിലമ്മ എങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെറുതാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. എല്ലാ ബീൻസും ഇങ്ങനെ പൊളിച്ചെടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ചെറുതാക്കി ഇങ്ങനെ അരിയുക. ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് ബീൻസാണ്. ഇങ്ങനെ രണ്ടായിട്ട് അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരിയോ തോരനോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ബീൻസാണോ എന്തൊക്കെയാണെന്ന് ചോദിക്കുക വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് അരിയണേൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വല്ല പുഴുവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. ചെറുതാക്കി തന്നെ എല്ലാം ഞാൻ ഒന്നും കൂടി പൊളിച്ച് കാണിച്ചു തരാം. ബീൻസിൻ്റെ നടുഭാഗം നന്നായി പൊളിച്ചിട്ട് നല്ല ഇങ്ങനെ ചെറുതാക്കി അരിയുക. ഇത് ഇപ്പം ജോലിക്ക് പോണവരൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മളിങ്ങനെ അരിഞ്ഞ് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. എന്നാലേ ഇത് നമുക്ക് ഒരു കാലത്ത് ധൃതി പിടിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര പാടാത് അങ്ങനെ ചെയ്യാൻ. അങ്ങനെ പാട് മീൻസ് ഇത് അരിഞ്ഞെടുക്കാനുള്ള ആ ഒരു ഇത്. ഇപ്പം നമ്മളെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി ബീൻസ് തോരനുണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് ഒരു സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സബോള ഒന്ന് വാടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ സബോളൊക്കെ വാടി വന്നിട്ടുണ്ട്. വല്ലാണ്ട് വാടണ്ട, ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെ ഒരു പച്ചമണം ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എപ്പോഴും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ ആ സാധനത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് ഉച്ചക്കാലത്ത് ലഞ്ച് വന്നിട്ട് അയില മീൻകറിയും പിന്നെ അയില വറുത്തതും ബീൻസ് ഉപ്പേരി. അപ്പോൾ അതിൻ്റെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് സെപ്പറേറ്റ് വേവിക്കാട്ടോ. ഞാനൊരു എളുപ്പം മാർഗം ചെയ്തതാണ്. എന്നിട്ട് അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ അതൊരു 10 മിനിറ്റോളം എടുക്കും വെന്ത് കിട്ടാൻ. ബീൻസ് 10 മിനിറ്റ് വേണ്ട, ഒരു 8 തൊട്ട് 10. നമുക്കത് ആവട്ടെ. അപ്പോൾ നമ്മുടെ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബീൻസിൻ്റെ ഉപ്പേരിച്ചില്ല ഞാൻ എപ്പോൾ വന്നുള്ളൂ. സൂര്യ ഉണ്ടാക്കി കഴിഞ്ഞു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ്.
ബീൻസ് ഉപ്പേരി കണ്ടത്. ഈ ബീൻസ് ഉപ്പേരിയുടെ പ്രത്യേകത ബീൻസ് ഇങ്ങനെ നെടുക പൊളിച്ചിട്ടുണ്ടല്ലോ. അതെ. എങ്കിൽ ഇത് എനിക്കിഷ്ടമാണ്. കാരണം മറ്റുള്ള ആൾക്കാർ വെറുതെ മുറിക്കുമ്പോൾ സൂര്യ ചെയ്യുന്നതിലൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീൻസ് നെടുകയെ പൊളിക്കും. പച്ചക്കറി അങ്ങനെ പൊളിക്കാൻ പാടില്ലെന്ന് പറയാം, പക്ഷേ എന്നാലും ഇങ്ങനെ പൊളിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ, ചെറുതാക്കി മുറിച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ടേസ്റ്റ് ആയിരിക്കും. മറ്റുള്ള സാധാരണ ലെവലിൽ ബീൻസ് ചോറ് ഉണ്ടാക്കണപ്പോഴായിട്ട് ഇങ്ങനെ മുറിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ആയിട്ടില്ല, കഴിക്കാതെ ചോറ് എനിക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം. ഇനി ഞങ്ങൾ ചോറുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീൻസ് ഉപ്പേരി റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.